നമസ്കാരം, മിനിയാസ് വേഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നത്തെയും പോലെ ഇന്നും എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ടാണ് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കാട്ടോ. എങ്കിൽ മാത്രമേ നെക്സ്റ്റ് വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്കിനി ഒട്ടും സമയം കളയേണ്ട, നേരെ വീഡിയോയിലേക്ക് പോകാം. ഇന്നത്തെ ആദ്യത്തെ ടിപ്പിന് വേണ്ടിയിട്ട് നമുക്കിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ചായ ഉണ്ടാക്കി നോക്കാം. വേറൊന്നുമല്ല, ചായപ്പൊടി ഒട്ടും ചേർക്കാത്ത നല്ല കിടിലൻ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ചായ. നമ്മൾ സ്ഥിരമായിട്ട് ചായ കുടിക്കാറുള്ളവരാണ്, എന്നാലും നമ്മൾ ചായപ്പൊടി ഇട്ടിട്ടായിരിക്കും ചായ കുടിക്കുന്നത്. എന്നാൽ ചായപ്പൊടിയുടെ ആവശ്യമേ ഇവിടെ വരുന്നില്ല കേട്ടോ. അപ്പോൾ അത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ ഇതാ ഞാനൊരു പാൻ ഒന്ന് ഗ്യാസ് സ്റ്റോപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ 2 സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് ക്യാരമലൈസ് ചെയ്ത് എടുക്കണം. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്, കരിഞ്ഞൊന്നും പോകരുത് കേട്ടോ. അപ്പോൾ ഇതുപോലൊന്ന് ക്യാരമലൈസ് ആയി വരുന്ന ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതുപോലെ വെള്ളം സൂക്ഷിച്ചൊഴിക്കണം, ദേഹത്തേക്കൊന്നും തെറിക്കാൻ പാടില്ല. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. ഇനി ഞാൻ ഇതിലോട്ടുണ്ടല്ലോ 2 ഗ്രാമ്പൂ, 2 ഏലക്ക, 2 പീസ് കറുവാപ്പട്ട, പിന്നെ ഇതിൻ്റെ കുറച്ച് ചെറിയൊരു കഷ്ണം ഇഞ്ചി, ഇത്രയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നല്ലതുപോലെ ഒന്നുകൂടെ തിളപ്പിച്ചിട്ട് എടുക്കാം കേട്ടോ. അപ്പം നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു ചായയാണിത്. നിങ്ങളിത് ഉണ്ടാക്കി കുടിച്ച് നോക്കണം കേട്ടോ. നമുക്ക് ചായപ്പൊടിയുടെ ആവശ്യമേ ഇതിൻ്റെ അകത്ത് വരുന്നേ ഇല്ല. ഇനി 1 ഗ്ലാസ് പാലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലതുപോലെ നമുക്കിതൊന്ന് തിളപ്പിച്ച് എടുക്കാം. അപ്പോൾ കണ്ടോ, ഈ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ചായയാണിത്. സൂപ്പർ ടേസ്റ്റുമാണ് കേട്ടോ. നിങ്ങളിത് ഉണ്ടാക്കി കുടിച്ച് നോക്കണം, എന്നാലേ അതിൻ്റെ ആ ഒരു ടേസ്റ്റും രുചിയും മണവും ഗുണവും ഒക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് തിളച്ച് വന്ന ശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നിന്ന് അരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ചായപ്പൊടി ഇല്ലാത്ത നല്ല കിടിലൻ ചായ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ എന്നും ചായപ്പൊടി ഇട്ടിട്ടല്ലേ കുടിക്കുന്നത്, അപ്പോൾ ഒന്ന് മാറ്റി പിടിച്ച് നോക്കൂ കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കാനായിട്ട് മറക്കരുത്. ഇനി രണ്ടാമത്തെ ടിപ്പിലേക്ക് പോകാം. ഇവിടെ ഇപ്പോൾ ഒരു ചോപ്പർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ചോപ്പറിൻ്റെ മൂർച്ച നന്നായിട്ട് കുറഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് വെജിറ്റബിൾ ഒന്നും നമ്മൾ ഇട്ട് കൊടുത്താൽ ചോപ്പ് ചെയ്ത് കിട്ടത്തില്ല. അപ്പം മൂർച്ച കുറഞ്ഞു പോയ ഈ ചോപ്പറിലെ ആ ഒരു ബ്ലേഡിൻ്റെ മൂർച്ച കൂട്ടി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് വേറൊന്നുമല്ല, നമ്മുടെ മുട്ടത്തോടാണ്. അപ്പോൾ ഇതുപോലൊരു 3-4 മുട്ടത്തോട് ഞാൻ ഈ ചോപ്പറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നല്ലപോലെ ഒന്ന് ചോപ്പ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പം തന്നെ ആ ഒരു ബ്ലേഡിലൊക്കെ നല്ലതുപോലെ മൂർച്ചയായി കിട്ടും കേട്ടോ. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾ ചെയ്ത് നോക്കുക. ഇനി ഇതിൻ്റെ സ്ഥാനത്ത് നിങ്ങൾക്ക് ഇത് ഉപ്പ് കല്ല് ഇട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അതായത് കല്ലുപ്പ്, ഈ ഒരു മുട്ടയുടെ സ്ഥാനത്ത്, മുട്ടത്തോടിൻ്റെ സ്ഥാനത്ത് കല്ലുപ്പ് ഉപയോഗിക്കുകയാണെങ്കിലും നല്ലപോലെ നമുക്ക് ആ ഒരു ബ്ലേഡിനൊക്കെ നല്ല മൂർച്ചയായിട്ട് കിട്ടും. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് നോക്കാനായിട്ട് മറക്കരുത്. അതുപോലെ തന്നെ നമ്മൾ ഈ പൊടിച്ചെടുത്ത ഈ ഒരു മുട്ടത്തോട് അത് വെറുതെ കളയണ്ട കേട്ടോ. ഒരുപാട് ഗുണങ്ങളുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഉപയോഗം ഞാൻ പറയാം. അപ്പോൾ ഇതാ ഞാൻ ഇതൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് ഇതിലോട്ട് വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ വിനാഗിരി ഒഴിച്ചു കൊടുത്തപ്പോൾ തന്നെ നിങ്ങൾക്ക് നോക്കിയാലും മനസ്സിലാകും, ഒരു ചെറിയ കെമിക്കൽ റിയാക്ഷൻ ഇതിൻ്റെ അകത്തുണ്ട്. നോക്കിയേ, ഇതുണ്ട്, പതഞ്ഞിങ്ങനെ പൊങ്ങി വരുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ നന്നായിട്ട് ആ ഒരു കെമിക്കൽ റിയാക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലപോലെ ഒന്ന് ഇതുപോലെ മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഇത് നല്ല സൂപ്പർ ഒരു ക്ലീനിങ് സൊല്യൂഷനാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് നമ്മുടെ പാത്രങ്ങൾ, അതായത് നിറം മങ്ങിപ്പോയിട്ടുള്ള പാത്രങ്ങളൊക്കെ നമുക്ക് ഇത്ര കരി പിടിച്ച് പോകാത്ത കറയൊക്കെ പിടിച്ചിരിക്കുന്ന പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അനായാസം ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ഇതുപോലെ ഞാനിപ്പോൾ എടുത്തേക്കുന്ന ഫ്ലാസ്ക് ആണ് കേട്ടോ. അപ്പോൾ ഈ ഫ്ലാസ്കിൻ്റെ ഉൾഭാഗത്തൊക്കെ ആണെങ്കിൽ ഒരുപാട് വഴുവഴുക്കലൊക്കെ ഉണ്ടാവും. നമുക്കിതിൻ്റെ അകത്തോട്ട് നമുക്ക് കൈയിട്ടിട്ടൊന്നും ക്ലീൻ ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഇതുപോലെ അല്പം ഈ ഒരു മുട്ടത്തോട് ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊരു അല്പം വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഷേക്ക് ചെയ്തിട്ട് എടുക്കുകയാണെങ്കിൽ ആ വഴുവഴുക്കൊക്കെ പോയിട്ടിട്ട് അകമെല്ലാം നന്നായിട്ട് ക്ലീൻ ആകും. അതുപോലെ പുറകും ഇതുപോലെ തന്നെ നല്ലപോലെ ഒന്ന് സ്ക്രബ് ചെയ്തിട്ട് എടുക്കുകയാണെങ്കിൽ അടിപൊളിയായിട്ട് നല്ല തിളക്കത്തോട് കൂടിയിരിക്കും. ഞാനിപ്പം ഈ ഫ്ലാസ്ക് കാണിച്ചതേ ഉള്ളൂ. നിങ്ങൾക്ക് ഏത് പാത്രമാണോ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് അതൊക്കെ നിങ്ങൾക്ക് ഇതുപോലെ ഇത് വെച്ചിട്ട് ക്ലീൻ ചെയ്തിട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കല്ലേ. ഇനി മൂന്നാമത്തെ ടിപ്പ് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ടിപ്പാണ് കേട്ടോ. നമ്മളൊരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമാണിത്. ഇത് നമ്മുടെ മൊബൈലിൻ്റെ ആ ഒരു ചാർജറാണ്. അപ്പോൾ ഈ ചാർജർ വെച്ചിട്ട് നമ്മൾ ഒരു നല്ല മൊബൈൽ സ്റ്റാൻഡാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വേറൊന്നുമല്ല, സിമ്പിളാണ്. നമ്മൾ വീട്ടമ്മമാർ കിച്ചണിൽ വെച്ചിട്ടായിരിക്കുമല്ലോ മിക്കവാറും മൊബൈൽ ഫോണൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ചെറിയൊരു സ്റ്റാൻഡൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഇതുപോലൊന്ന് വെച്ചുകൊടുക്കുകയാണെങ്കിൽ നോക്കിയേ, നല്ല അടിപൊളിയല്ലേ നോക്കിയേ.
അപ്പം നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സ്റ്റാൻഡാണ്. ഈസിയാണിത്, സിമ്പിളാണ്, നിങ്ങൾ ചിന്തിക്കാത്തൊരു കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ഇത് മൂവ് ചെയ്യുക, അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തുകൊണ്ട് പോകാൻ, താഴോട്ട് പോകുക ഒന്നും ചെയ്യത്തില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെയും കൂടി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കല്ലേ. ഇനി അടുത്തതായിട്ട് നമ്മുടെ ഇതുപോലത്തെ ടോയ്ലറ്റ് സ്പ്രേകളിലൊക്കെയുള്ള ഉപ്പ് കറയും അഴുക്കുമൊക്കെ സൂപ്പറായിട്ട് കളയാൻ പറ്റുന്ന നല്ലൊരു ടിപ്പാണ് കേട്ടോ. അപ്പം ബോർവെൽ വാട്ടറൊക്കെ യൂസ് ചെയ്യുന്നവർക്കാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകുന്നത്. നമ്മുടെ ടോയ്ലറ്റിലൊക്കെ ഇതുപോലെ പൈപ്പിലൊക്കെ വെള്ളപ്പൊടി പോലൊക്കെ അങ്ങ് ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ അത് പോകത്തേയില്ല. അപ്പോൾ നമുക്കത് ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാനുള്ള ഒരു മാർഗ്ഗം പറയാം. ഇതിപ്പം കണ്ടോ, ഈ ടോയ്ലറ്റ് സ്പ്രേയിൽ ഒത്തിരി ഉണ്ട്. ഇത് ബോർവെൽ വാട്ടർ ആയതുകൊണ്ട് തന്നെയാണ് ഇതുപോലെ അഴുക്കുകൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഞാനതൊന്ന് റിമൂവ് ചെയ്യുന്നുണ്ട് ഇവിടുന്ന്. എന്നിട്ട് ഇതിലേക്ക് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഉൾഭാഗത്തൊക്കെ ഉണ്ടാകും അഴുക്കൊക്കെ. അപ്പോൾ അതൊന്നും നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റത്തില്ല. അത് ബ്ലോക്കൊക്കെ ആയി പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ എങ്ങനെയാണ് ഈസി ആയിട്ട് ക്ലീൻ ചെയ്യുന്നത് എന്ന് ഈ ഒരു വീഡിയോയിൽ കൂടി ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഇതിനകത്തേക്ക് കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരുപാടൊന്നും വേണ്ട, 1 സ്പൂണൊക്കെ മതി. എന്നിട്ട് കുറച്ച് വിനാഗിരി ഒഴിച്ച് കൊടുക്കുക. അപ്പോഴത്തേക്കും കണ്ടോ ഒരു കെമിക്കൽ റിയാക്ഷൻ കണ്ടോ. അപ്പം എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് ഷെയ്ക്ക് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഉൾഭാഗത്തൊക്കെ ഉള്ളതെല്ലാം ഇങ്ങ് പുറത്തേക്ക് പോകുന്നോളും, നല്ലപോലെ കുതിർന്ന് കിട്ടും. അപ്പം ഇത് മൊത്തത്തിൽ ഇങ്ങനെ നന്നായിട്ട് 1-2 തവണ ഇങ്ങനെ ചെയ്യുമ്പം തന്നെ ആ ബ്ലോക്കൊക്കെ ഉള്ളതെല്ലാം പോകുന്നതായിരിക്കും കേട്ടോ. ഇനി ഇതിൻ്റെ പുറത്തുള്ള ഒരു ഉപ്പുകറയൊക്കെ എങ്ങനെയാണ് കളയുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ഇതുകൊണ്ട് അലുമിനിയം ഫോയിൽ പേപ്പറാണ്. അപ്പോൾ അലുമിനിയം ഫോയിൽ പേപ്പർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്തിട്ട് കൊടുക്കുക. ഒത്തിരി അങ്ങോട്ട് പ്രഷർ കൊടുക്കുകയൊന്നും വേണ്ട. ഓൾറെഡി നമ്മൾ ഈ ബേക്കിംഗ് സോഡയും വിനാഗിരിയും ഒക്കെ ഇങ്ങനെ ഇട്ടത് കൊണ്ട് തന്നെ നല്ലപോലെ ഒന്ന് കുതിർന്നൊക്കെ കിട്ടും നമുക്ക്. അപ്പോൾ തന്നെ ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാനും പറ്റും. അപ്പോൾ ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ നമ്മുടെ പൈപ്പിലെ ഉപ്പുകറയൊക്കെ ഈസി ആയിട്ട് കളയാനായിട്ട് പറ്റും കേട്ടോ. നന്നായിട്ടൊന്ന് കഴുകി എടുത്തുകൊണ്ട് വന്നപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല ആ കറകളൊക്കെ എത്രമാത്രം പോയിട്ടുണ്ടെന്ന്. അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ വീട്ടിലെ പൈപ്പിൻ്റെയും അതുപോലെ തന്നെ ടോയ്ലറ്റ് സ്പ്രേയുടെയൊക്കെ ആ ഒരു ഉപ്പ് കറയൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ ഇതുപോലെ ഒന്ന് ക്ലീനാക്കി നോക്കുക കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കാനായിട്ട് മറക്കരുത്. ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ടും പോകാം. ഇനി അടുത്ത ടിപ്പിന് വേണ്ടിയിട്ട് ഇതുപോലെ വാടിക്കരിഞ്ഞു പോയ മല്ലിയിലയാണ് എടുത്തിരിക്കുന്നത്. ഇത് വാങ്ങിച്ചപ്പോൾ നല്ല ഫ്രഷായിരുന്നു. കടകളിൽ നല്ല ഫ്രഷായിട്ടിരുന്നത് നമ്മൾ വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവരുമ്പോഴേക്കും ഇതുപോലെ ആയിട്ടുണ്ടാവും അതിൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. നല്ല ഫ്രഷായിരുന്നു, പക്ഷേ നല്ലപോലെ വാടിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമുക്കൊന്ന് പുനർജീവിപ്പിച്ച് എടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ടിപ്പ് പറഞ്ഞുതരാം. വേറൊന്നല്ല, ഒരു പാത്രത്തിൽ ഇതുപോലെ കുറച്ച് വെള്ളം എടുക്കുക. എന്നിട്ട് ഈ വേര് ഉൾപ്പെടെ നമുക്ക് ഈ വെള്ളത്തിലേക്കൊന്ന് നല്ലപോലെ ഒന്ന് മുക്കി വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ 1 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 1.5 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കിനും തന്നെ ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് തന്നെ ആ ഒരു വാട്ടമെല്ലാം മാറിയിട്ട് നല്ലപോലെ നമുക്ക് ഈ ഒരു മല്ലിയില കിട്ടുന്നതായിരിക്കും. അപ്പം നിങ്ങൾ കടകളിൽ നിന്ന് വാങ്ങിച്ചു കൊണ്ടുവന്ന മല്ലിയില വാടിപ്പോയി എന്ന് പറഞ്ഞിട്ട് നേരെ ഫ്രിഡ്ജിലോട്ട് എടുത്ത് വെക്കാതെ അല്പസമയം വെള്ളത്തിലിട്ട് വേരുൾപ്പെടെ വെള്ളത്തിൽ മുങ്ങി കിടക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ നമുക്ക് മല്ലിയില കിട്ടുന്നതായിരിക്കും. ഇത് പിന്നെ എടുത്ത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. അപ്പോൾ ഈ രീതിക്ക് നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് നോക്കണേ. ഇനി ഇന്നത്തെ അവസാനത്തെ ടിപ്പിലേക്ക് പോകാം. ഒരു ഇടികല്ലിലോട്ട് ഞാൻ കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ 2 പച്ചമുളകും കൊണ്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പച്ചമുളക് നമുക്ക് ഇതുപോലെ ഒന്ന് ഒടിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് ചതച്ചെടുക്കണം. അപ്പം ഒരു 2 കറിവേപ്പിലയും കൂടി ഞാൻ ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ കൈ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ഇടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഞാനിതൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരല്പം വെള്ളം ഒഴിച്ച് നമുക്ക് ഈ ഇടികല്ലൊന്ന് കഴുകി അതും കൂടി ഇങ്ങോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ടിപ്പാണ്. നമ്മുടെ വീട്ടിലെ ശല്യക്കാരായ പല്ലികളെ തുരത്തോടിക്കാൻ വേണ്ടിയുള്ള കിടിലൻ ടിപ്പാണ് കേട്ടോ. ഇത് ഞാൻ ചെയ്ത് നോക്കി, എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ആ വെള്ളം ഇതുപോലെ അരിച്ചെടുത്തതിന് ശേഷം ഇനി ഇതിലോട്ട് ഒരു മൂടി ലൈസോൾ ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ ഒരു മൂടി ഡെറ്റോളും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇത് നമ്മളൊരു സ്പ്രേ ബോട്ടിലേക്ക് മാറ്റിയതിന് ശേഷം സന്ധ്യയാകുന്ന സമയത്ത് പല്ലികൾ സാധാരണ വന്നിരിക്കാറുള്ള സ്ഥലങ്ങളിലൊക്കെ ഇത് നമുക്ക് തളിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ കിച്ചണിലാണല്ലോ പല്ലിയുടെ ഏറ്റവും കൂടുതൽ ശല്യമുള്ളത്. അപ്പോൾ നമ്മുടെ കൗണ്ടർ ടോപ്പിലും അതുപോലെ ഗ്യാസ് സ്റ്റോപ്പിലും ഒക്കെ നമുക്ക് ഇതൊന്ന് തളിച്ചു കൊടുത്തൊന്ന് തുടച്ചിടുകയാണെങ്കിൽ പല്ലി പിന്നെ അവിടെ വന്ന് ഇരിക്കത്തേ ഇല്ല. ഈ ഒരു സൊല്യൂഷൻ പല്ലിയുടെ മേത്ത് വീണിട്ടുണ്ടെങ്കിൽ അവിടെ തന്നെ പല്ലി പെട്ടെന്ന് തന്നെ ചത്തുപോകുന്നതായിരിക്കും, ദേഹമൊക്കെ പൊള്ളി. അപ്പം ഈ രീതിക്ക് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീട്ടിൽ ഒറ്റ പല്ലി പോലും ഉണ്ടാവത്തില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ ടിപ്സുകളെല്ലാം നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ ഇതുപോലെ നല്ല നല്ല ടിപ്സുകളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.